ലോക്ക്ഡൌൺ ലംഘിച്ച് കൂട്ടം കൂടി കോഴി പൊരിച്ച ചെറുപ്പക്കാർ പോലീസിനെയും വെറുതെ വിട്ടില്ല. ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ തള്ളക്കലുകളുണ്ടോ? വെല്ലുവിളിയുടെ ഗൗരവം മനസ്സിലായപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയെന്നാണ് മലപ്പുറം കൂട്ടിലങ്ങാടി കടുങ്ങൂത്തെ ചെറുപ്പക്കാരുടെ അനുഭവം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. തിങ്കളാഴ്ച രാത്രി തോടിന്റെ പുറംപോക്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആവേശത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ശബ്ദം കേൾക്കുക. നോക്ക എവിടെ ഈ കേസ് എടുക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായല്ലോ, ചിക്കൻ പൊരിച്ചതും മറ്റേതും മറിച്ചതൊക്കെ. എവിടെ 3 തൊലിച്ചാളുണ്ടായാലും 3 4 ഉണ്ടായാലോ അല്ല കേസ് എടുക്കലേര് എവിടെയാണ് ഇപ്പൊ? ഓലൊക്കെ എവിടെ? ഓലൊന്നും തല കാണൂലല്ലോ ഇപ്പൊ. ചങ്കൂറ്റം മാടാ ചങ്കൂറ്റം. നിങ്ങൾ കൊടുക്കട കേസ് എന്തിനാ നാളെ പോണു? ഇന്ന് തന്നെ നിങ്ങളായിട്ട് കലക്ടർ നമ്പർ ഉണ്ട്, പോലീസുകാരുടെ നമ്പർ ഉണ്ട്, ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. കൊടുക്കുക കേസ്. പൊരിച്ച കോഴി കഴിച്ച് ദഹിച്ചു തീരും മുൻപേ കളി മാറി. സംഘം ചേർന്ന 7 പേരും അകത്തായി. കൗതുക ലേശം കൂടുതലാണ്. പോലീസ് സംവിധാനത്തെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളും സോഷ്യൽ മെസ്സേജ്, അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ ഒരു ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ നമ്മൾ നെല്ലൂരിൽ നടപടിയെടുത്തിട്ടുള്ളത്. അതിനൊരു തീരുമാനമായി. കോഴിപ്പൊരിയുടെ ആവേശത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഓഡിയോ ആണ് കേസിലെ പ്രധാന തെളിവ്. ഏഴുപേരുടെയും മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഗ്രൂപ്പിന്റെ അഡ്മിനും കൊടുക്കും. എന്ത് പറ്റിയടാ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ